പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ആരാണ് അഴകുള്ള പശുക്കിടാവ്? ഉത്തരം: മിസ്രയീം. ഇരമ്യാവ് 46 അധ്യായം 20 വാക്യം. ക്വസ്റ്റ്യൻ: ഇരമ്യാവ് ഹനമയേലിനോട് അനാഥോത്തിൻ്റെ നിലം മേടിച്ചതിന് തൂക്കിക്കൊടുത്ത വില എത്ര? ഉത്തരം: 17 ശേക്കൽ വെള്ളി. ഇരമ്യാവ് 32:9. ക്വസ്റ്റ്യൻ: പാറയെ തകർക്കുന്ന ചുറ്റിക എന്താണ്? ഉത്തരം: വചനം. ഇരമ്യാവ് 23:29. ക്വസ്റ്റ്യൻ: കുറുനരികളെപ്പോലെ മൊട്ടക്കുന്നിന്മേൽ നിന്നുകൊണ്ട് കിഴക്കുന്നതാര്? ഉത്തരം: കാട്ടുകഴുത. ഇരമ്യാവ് 14:6. ക്വസ്റ്റ്യൻ: കൊലത്താഴ്വരയുടെ മറ്റ് 2 പേരുകൾ. ഉത്തരം: തോഫെത്ത്, ബെൻഹിന്നോം താഴ്വര. 7:32. ക്വസ്റ്റ്യൻ: മനോഹരമായൊരു പാത്രം പോലെ വീഴുന്നതാര്? ഉത്തരം: ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർ. ഇരമ്യാവ് 25:34. ക്വസ്റ്റ്യൻ: ആരാണ് യഹോവയുടെ ആലയം വകയ്ക്ക് 2 സ്തംഭം ഉണ്ടാക്കിയത്? ഉത്തരം: ശലോമോൻ രാജാവ്. 52:20. ക്വസ്റ്റ്യൻ: ആരെയാണ് സാമാന്യ ജനത്തിൻ്റെ ശ്മശാനത്തിൽ ഇട്ടുകളഞ്ഞത്? ഉത്തരം: ഊരിയാവിനെ. 26 അധ്യായം 23 വാക്യം. ക്വസ്റ്റ്യൻ: ദുഷ്ടന്മാരുടെ തലമേൽ ചുഴന്നടിക്കുന്നത് എന്ത്? ഉത്തരം: യഹോവയുടെ ക്രോധമെന്ന ചുഴലിക്കാറ്റ്. 30:23. ക്വസ്റ്റ്യൻ: നീലവും രക്താംബരവും ധരിച്ച കൗശലക്കാരുടെ പണിയായ മിഥ്യാമൂർത്തിയെ നിർമ്മിക്കാൻ വെള്ളിയും പൊന്നും കൊണ്ടുവന്നത് എവിടെ നിന്ന്? ഉത്തരം: തർശീശിൽ നിന്ന് വെള്ളി, ഊഫാസിൽ നിന്ന് പൊന്ന്. 10:9. ക്വസ്റ്റ്യൻ: ആരുടെ പാപമാണ് വജ്രത്തിൻ്റെ മുന കൊണ്ടും ഇരുമ്പെഴുത്താണി കൊണ്ടും എഴുതി വച്ചിരിക്കുന്നത്? ഉത്തരം: യഹൂദായുടെ പാപം. 17:1. ക്വസ്റ്റ്യൻ: ശല്ലൂമിൻ്റെ അപ്പനാര്? ഉത്തരം: യോശിയാവ്. 22:11. ക്വസ്റ്റ്യൻ: മേച്ചൽപ്പുറത്തെ നോക്കി ഉറക്കെ ഗർജിക്കുന്നത് ആര്? ഉത്തരം: യഹോവ. ഇരമ്യാവ് 25:30. ക്വസ്റ്റ്യൻ: മിഥ്യാമൂർത്തികളുടെ ഉപദേശത്തെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: മരമുട്ടിയോട്. 10:8. ക്വസ്റ്റ്യൻ: വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ക്കുന്ന വൃക്ഷം ഏത്? ഉത്തരം: വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം. 17:8. ക്വസ്റ്റ്യൻ: മരുഭൂമിയിലെ മൊട്ടക്കുന്നിന്മേലൊക്കെയും വന്നിരിക്കുന്നത് ആര്? ഉത്തരം: വിനാശകന്മാർ. 12:12. ക്വസ്റ്റ്യൻ: ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നത് എന്ത്? ഉത്തരം: അനർത്ഥം. ഇരമ്യാവ് 25:32. ക്വസ്റ്റ്യൻ: വാളിനെ തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കണ്ടെത്തിയത് എന്ത്? ഉത്തരം: കൃപ. 31:2. ക്വസ്റ്റ്യൻ: ഇരമ്യാവിൻ്റെ ഇളയപ്പൻ ആര്? ഉത്തരം: ശല്ലൂം. 32:7. ക്വസ്റ്റ്യൻ: യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് പറയുന്നത് ആര്? ഉത്തരം: അനാഥോത്തുകാർ. 11:21. ക്വസ്റ്റ്യൻ: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ആരാണ്? ഉത്തരം: ശപിക്കപ്പെട്ടവൻ. 17:5. ക്വസ്റ്റ്യൻ: യഹൂദാജനം എത്ര സംവത്സരം ബാബേൽ രാജാവിനെ സേവിക്കും എന്നാണ് ഇരമ്യാവ് പ്രവചിച്ചത്? ഉത്തരം: 70 സംവത്സരം. 25:11. ക്വസ്റ്റ്യൻ: സർവഭൂമിയുടെയും ചുറ്റിക എന്ന് ആരെ വിശേഷിപ്പിച്ചിരിക്കുന്നു?
ഉത്തരം ബാബേലിനെ. 50-23. ക്വസ്റ്റ്യൻ: സന്ദർശനകാലത്ത് നശിച്ചു പോകുന്നത് എന്ത്? ഉത്തരം ബിംബം. 51-17-18. ക്വസ്റ്റ്യൻ: യഹോവയുടെ സിംഹാസനം എന്ന് പേരാകുന്ന നഗരം? ഉത്തരം യെരുശലേം. 3-17. ക്വസ്റ്റ്യൻ: ഉദ്യാനം മരുഭൂമിയായി തീരുന്നത് കണ്ടതാര്? ഉത്തരം യിരെമ്യാവ്. 4-26. ക്വസ്റ്റ്യൻ: എഫ്രയീം മലയിൽ നിന്ന് പ്രസിദ്ധമാക്കുന്നതെന്ത്? ഉത്തരം അനർത്ഥം. 4-15. ക്വസ്റ്റ്യൻ: ജനിക്കും മുമ്പേ ജാതികൾക്ക് പ്രവാചകനായി നിയമിക്കപ്പെട്ടവൻ ആര്? ഉത്തരം യിരെമ്യാവ്. 1-5. ക്വസ്റ്റ്യൻ: തിളയ്ക്കുന്ന കലം ദർശനം കണ്ട പ്രവാചകൻ? ഉത്തരം യിരെമ്യാവ്. 1-13. ക്വസ്റ്റ്യൻ: യിരെമ്യാവിൻ്റെ പിതാവാര്? ഉത്തരം ഹിൽക്കിയാവ്. 1-1. ക്വസ്റ്റ്യൻ: നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. വാക്യമേത്? ഉത്തരം യിരെമ്യാവ്. 1-5. ക്വസ്റ്റ്യൻ: ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞതാര്? ഉത്തരം യിരെമ്യാവ്. 1-6. ക്വസ്റ്റ്യൻ: ബദാം വൃക്ഷത്തിൻ്റെ കൊമ്പ് ദർശനം കണ്ട പ്രവാചകൻ? ഉത്തരം യിരെമ്യാവ്. 1-11. ക്വസ്റ്റ്യൻ: യിരെമ്യാവ് കണ്ട കലം പ്രത്യക്ഷമായതെവിടെ നിന്ന്? ഉത്തരം വടക്ക് നിന്ന്. 1-13. ക്വസ്റ്റ്യൻ: എവിടെ നിന്ന് ദേശത്തിലെ സർവ്വനിവാസികൾക്കും അനർത്ഥം വരും എന്ന് യഹോവ അരുളി ചെയ്തു? ഉത്തരം വടക്കു നിന്ന്. 1-14. ക്വസ്റ്റ്യൻ: യഹോവയ്ക്ക് വിശുദ്ധവും അവൻ്റെ വിളവിൻ്റെ ആദ്യഫലവും ആകുന്നത് ആര്? ഉത്തരം ഇസ്രായേൽ. 2-3. ക്വസ്റ്റ്യൻ: യഹോവ എവിടെയെന്ന് ആര് അന്വേഷിച്ചില്ല? ഉത്തരം പുരോഹിതന്മാർ. 2-8. ക്വസ്റ്റ്യൻ: ജനം തൻ്റെ മഹത്വമായവനെ എന്തിനു പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു? ഉത്തരം പ്രയോജനമില്ലാത്തതിന്. 2-11. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ചെയ്ത 2 ദോഷങ്ങൾ? ഉത്തരം: 1 ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചു. 2 വെള്ളമില്ലാത്ത കിണറുകളെ കുഴിച്ചു. യിരെമ്യാവ്. 2-13. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ചവർക്കാരം തേച്ച് ചാരവെള്ളം കൊണ്ട് കഴുകിയാലും മാറിപ്പോകാത്തതെന്താണ്? ഉത്തരം അകൃത്യം. 2-22. ക്വസ്റ്റ്യൻ: കള്ളനെ കണ്ടുപിടിക്കുമ്പോൾ അവൻ ലജ്ജിച്ചു പോകുന്നത് പോലെ ആര് ലജ്ജിച്ചു പോകും? ഉത്തരം ഇസ്രായേൽ ഗൃഹം. 2-26. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ അപ്പനെന്ന് പറഞ്ഞത് എന്തിനെയാണ്? ഉത്തരം മരം. 2-27. ക്വസ്റ്റ്യൻ: പട്ടണങ്ങളുടെ എണ്ണത്തോളം ദേവന്മാർ ഉള്ളത് ആർക്കാണ്? ഉത്തരം യഹൂദയ്ക്ക്. 2-28. ക്വസ്റ്റ്യൻ: വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടുവോ എന്ന് യഹോവ യിരെമ്യാവിനോട് അരുളി ചെയ്തത് ഏത് രാജാവിൻ്റെ കാലത്ത്? ഉത്തരം യോശിയ രാജാവിൻ്റെ കാലത്ത്. യിരെമ്യാവ്. 3-6. ക്വസ്റ്റ്യൻ: വിശ്വാസപാതകി ആര്? ഉത്തരം യഹൂദ. 3-8. ക്വസ്റ്റ്യൻ: വിശ്വാസത്യാഗിനി ആര്? ഉത്തരം ഇസ്രായേൽ. യിരെമ്യാവ്. 3-8. ക്വസ്റ്റ്യൻ: യെരുശലേം രക്ഷിക്കപ്പെടേണ്ടതിന് കഴുകിക്കളയേണ്ടത് എന്ത്?
ഉത്തരം ഹൃദയത്തിൻ്റെ ദുഷ്ടത 4-14. ക്വസ്റ്റ്യൻ കുതിരച്ചേവകരുടെയും വില്ലാളികളുടെയും ആരവം ഹേതുവായി ഓടിപ്പോകുന്നത് ആര്? ഉത്തരം സകല നഗരവാസികളും 4-29. ക്വസ്റ്റ്യൻ വിസ്മയവും ഭയങ്കരവുമായുള്ളത് എവിടെ സംഭവിക്കുന്നു? ഉത്തരം ദേശത്ത് 5-30. ക്വസ്റ്റ്യൻ എവിടെ തീപ്പൊരി ഉയർത്തുവാനാണ് പ്രവാചകൻ ബെന്യാമിൻ മക്കളെ ആഹ്വാനം ചെയ്തത്? ഉത്തരം ബേത്ത് ഹക്കേരെമിൽ 6-1. ക്വസ്റ്റ്യൻ ബെന്യാമിൻ മക്കൾ ഏതിൻ്റെ നടുവിൽ നിന്ന് ഓടിപ്പോകണം? ഉത്തരം യെരുശലേമിൻ്റെ 6-1. ക്വസ്റ്റ്യൻ യെരുശലേമിൻ്റെ അകം മുഴുവനും എന്ത് നിറഞ്ഞിരിക്കുന്നു? ഉത്തരം പീഡനം 6-7. ക്വസ്റ്റ്യൻ കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ യെരുശലേമിൽ എപ്പോഴും എന്ത് സംഭവിക്കുന്നു? ഉത്തരം പുതിയ ദുഷ്ടത 6-7. ക്വസ്റ്റ്യൻ മുന്തിരിപ്പഴം പോലെ അരിച്ച് പറിക്കുന്നതെന്താണ്? ഉത്തരം ഇസ്രായേലിൻ്റെ ശേഷിപ്പിനെ 6-9. ക്വസ്റ്റ്യൻ യെരുശലേം ശൂന്യവും നിർജ്ജന പ്രദേശവും ആകാതെ ഇരിക്കേണ്ടതിന് എന്ത് കൈക്കൊള്ളണം? ഉത്തരം ഉപദേശം 6-8. ക്വസ്റ്റ്യൻ യഹോവ ജനത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഇടർച്ചകളെ തട്ടി ആരൊക്കെ വീഴും? ഉത്തരം പിതാക്കന്മാരും പുത്രന്മാരും 6-21. ക്വസ്റ്റ്യൻ കാവൽക്കാരോട് എന്ത് ശ്രദ്ധിപ്പിൻ എന്ന് കൽപ്പിച്ചു? ഉത്തരം കാഹളനാദം 6-17. ക്വസ്റ്റ്യൻ ഒരു മഹാജാതി എവിടെ നിന്ന് ഉണർന്നു വരും? ഉത്തരം ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് 6-22. ക്വസ്റ്റ്യൻ യഹോവ ത്യജിച്ചു കളഞ്ഞ ജനത്തിൻ്റെ പേര്? ഉത്തരം കറക്കൻ വെള്ളി 6-30. ക്വസ്റ്റ്യൻ തൻ്റെ ക്രോധത്തിൻ്റെ സന്തതിയെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നത് ആര്? ഉത്തരം യഹോവ 7-29. ക്വസ്റ്റ്യൻ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിയിലിട്ട് ദഹിപ്പിക്കേണ്ടതിന് തോഫത്തിലെ പൂജാഗിരികളെ പണിതിരിക്കുന്നത് എവിടെ? ഉത്തരം ബെൻഹിന്നോം താഴ്വരയിൽ 7-31. ക്വസ്റ്റ്യൻ ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിയുന്നത് എന്തുപോലെയാണ്? ഉത്തരം കുതിര പടയ്ക്ക് പായുന്നത് പോലെ 8-6. ക്വസ്റ്റ്യൻ കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും അനുസരിക്കുന്നത് എന്ത്? ഉത്തരം മടങ്ങിവരവിനുള്ള സമയം 8-7. ക്വസ്റ്റ്യൻ ആകാശത്തിലെ പെരുഞ്ഞാറ അറിയുന്നത് എന്ത്? ഉത്തരം തൻ്റെ കാലം 8-7. ക്വസ്റ്റ്യൻ എന്ത് പ്രവർത്തിച്ചതുകൊണ്ട് പ്രവാചകന്മാരും പുരോഹിതന്മാരും ലജ്ജിക്കേണ്ടി വരും? ഉത്തരം മ്ലേച്ഛത പ്രവർത്തിച്ചതുകൊണ്ട് 8-12. ക്വസ്റ്റ്യൻ ആരെ സൂക്ഷിക്കണം, ആരിൽ ആശ്രയിക്കരുത്? ഉത്തരം കൂട്ടുകാരനെ, സഹോദരനെ 9-4. ക്വസ്റ്റ്യൻ ഒരു വിലാപം കേൾക്കുന്നത് എവിടെ നിന്ന്? ഉത്തരം സിയോനിൽ നിന്ന്. ഇരമ്യാവ് 9-19. ക്വസ്റ്റ്യൻ കിളിവാതിലുകളിൽ കൂടി കയറി അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം മരണം 9-21. ക്വസ്റ്റ്യൻ മിഥ്യാമൂർത്തികളുടെ എന്താണ് മരമുട്ടിയായിട്ടുള്ളത്? ഉത്തരം ഉപദേശം 10-8. ക്വസ്റ്റ്യൻ ഇരുമ്പ് ചൂള എന്നറിയപ്പെടുന്ന ദേശം? ഉത്തരം മിസ്രയീം 11-4. ക്വസ്റ്റ്യൻ ആരൊക്കെയാണ് തങ്ങൾ ധൂപം കാട്ടിവന്ന ദേവന്മാരോട് നിലവിളിക്കാൻ പോയത്?
ഉത്തരം യഹൂദ പട്ടണങ്ങളും യെരുശലേം നിവാസികളും 11:12. ക്വസ്റ്റ്യൻ മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷം ആര്? ഉത്തരം യഹൂദ 11:16. ക്വസ്റ്റ്യൻ ദേശത്തിൽ പാർക്കുന്നവരുടെ ദുഷ്ടത നിമിത്തം നശിച്ചു പോകുന്നത്? ഉത്തരം മൃഗങ്ങൾ പക്ഷികൾ 12:4. ക്വസ്റ്റ്യൻ തൻ്റെ ത്വക്ക് മാറ്റാൻ കഴിയാത്തത് ആർക്കാണ്? ഉത്തരം കൂശ്യന് 13:23. ക്വസ്റ്റ്യൻ എവിടെയിരിക്കുന്നവനാണ് ക്ഷീണിച്ചിരിക്കുന്നത്? ഉത്തരം യഹൂദയുടെ പടിവാതിൽക്കൽ 14:1. ക്വസ്റ്റ്യൻ വരൾച്ചയുണ്ടായപ്പോൾ യഹൂദയിലെ കുലീനന്മാർ ആരെയാണ് വെള്ളത്തിനയച്ചത്? ഉത്തരം അടിയാരെ 14:3. ക്വസ്റ്റ്യൻ എന്ത് വെള്ളത്തിൽ ഇടരുത് എന്നാണ് യഹോവ യിരെമ്യാവിനോട് പറഞ്ഞത്? ഉത്തരം ചണനൂൽ കച്ച 13:1. ക്വസ്റ്റ്യൻ കാൽ ഇടറിപ്പോകുന്ന പർവ്വതം? ഉത്തരം അന്ധകാര പർവ്വതം 13:16. ക്വസ്റ്റ്യൻ നിലം ഉണങ്ങി വിണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം മഴയില്ലായ്കയാൽ 14:4. ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് കാട്ടുകഴുതയുടെ കണ്ണ് മങ്ങിപ്പോകുന്നത്? ഉത്തരം സസ്യങ്ങൾ ഇല്ലായ്ക കൊണ്ട് 14:6. ക്വസ്റ്റ്യൻ ഒരു രാപാർക്കുവാൻ മാത്രം കൂടാരം അടിക്കുന്നത് ആര്? ഉത്തരം വഴിപോക്കൻ 14:8. ക്വസ്റ്റ്യൻ തങ്ങൾ അറിയാത്ത ദേശത്ത് അലഞ്ഞു നടക്കുന്നത് ആരെല്ലാം? ഉത്തരം പ്രവാചകൻ പുരോഹിതൻ 14:18. ക്വസ്റ്റ്യൻ നിന്റെ നാമനിമിത്തം ഞങ്ങളെ തള്ളിക്കളയരുതേ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചത് ആര്? ഉത്തരം യിരെമ്യാവ് 14:21. ക്വസ്റ്റ്യൻ യഹോവ ജനത്തിനു നേരെ നിയമിക്കുന്ന 4 കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം വാള്, നായ്ക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ 15:3. ക്വസ്റ്റ്യൻ നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് യഹോവ ആരെക്കുറിച്ചാണ് അരുളി ചെയ്തിരിക്കുന്നത്? ഉത്തരം യെരുശലേമിനെ 15:5-6. ക്വസ്റ്റ്യൻ എനിക്ക് ആരും പലിശ തന്നിട്ടുമില്ല വാക്യമേത്? ഉത്തരം യിരെമ്യാവ് 15:10 ക്വസ്റ്റ്യൻ ആരൊക്കെ നിന്നാലും യഹോവയുടെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായില്ല എന്നാണ് യിരെമ്യാവ് പറഞ്ഞത്? ഉത്തരം മോശയും ശമൂവേലും 15:1. ക്വസ്റ്റ്യൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നുല്ലസിച്ചിട്ടില്ല ഞാൻ ആര്? ഉത്തരം യിരെമ്യാവ് 15:17. ക്വസ്റ്റ്യൻ നീ എൻ്റെ വായ് പോലെയാകുവാൻ എന്ത് ചെയ്യണം എന്നാണ് യഹോവ അരുളി ചെയ്തിരിക്കുന്നത്? ഉത്തരം അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ 15:17. ക്വസ്റ്റ്യൻ യഹോവയെ വിട്ടുമാറുന്ന ശപിക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെയായി തീരും? ഉത്തരം മരുഭൂമിയിലെ ചൂരച്ചെടി പോലെ 17:5-6. ക്വസ്റ്റ്യൻ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ വാക്യമേത്? ഉത്തരം യിരെമ്യാവ് 17:7. ക്വസ്റ്റ്യൻ എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളതായ മനുഷ്യ ശരീരത്തിലെ ഒരു അവയവം ഏത്? ഉത്തരം ഹൃദയം 17:9. ക്വസ്റ്റ്യൻ ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന ഏതു പക്ഷിയെപ്പോലെയാകുന്നു? ഉത്തരം തിത്തിരി പക്ഷി 17:11. ക്വസ്റ്റ്യൻ എപ്പോൾ യാതൊരു ചുമടും ചുമന്ന് യെരുശലേമിൻ്റെ വാതിലുകളിൽ കൂടി അകത്ത് കൊണ്ടുവരരുത്? ഉത്തരം ശബത്തുനാളിൽ 17:21. ക്വസ്റ്റ്യൻ
നീ എഴുന്നേറ്റ് ആരുടെ വീട്ടിലേക്ക് ചെല്ലുവാനാണ് യഹോവ യിരെമ്യാവിനോട് അരുളി ചെയ്തത്? ഉത്തരം കുശവൻ്റെ. 18:2. ക്വസ്റ്റ്യൻ: ലെബാനോനിലെ ഹിമം വയലിലെ എന്തിനെ വിട്ടുപോകുമോ എന്നാണ് യഹോവ ചോദിച്ചത്? ഉത്തരം പാറയെ. 18:14. ക്വസ്റ്റ്യൻ: ജ്ഞാനിയുടെ പക്കൽ എന്ത് ഇല്ലാതെ പോകയില്ല? ഉത്തരം ആലോചന. 18:18. ക്വസ്റ്റ്യൻ: പുരോഹിതൻ്റെ പക്കൽ ഡാഷ്, ജ്ഞാനിയുടെ പക്കൽ ഡാഷ്, പ്രവാചകൻ്റെ പക്കൽ ഡാഷ് ഇല്ലാതെ പോകുകയില്ല? ഉത്തരം ഉപദേശവും ആലോചനയും അരുളപ്പാടും. 18:18. ക്വസ്റ്റ്യൻ: പുരോഹിതൻ്റെ പക്കൽ എന്ത് ഇല്ലാതെ പോകയില്ല? ഉത്തരം ഉപദേശം. 18:18. ക്വസ്റ്റ്യൻ: കുശവൻ്റെ കയ്യിൽ നിന്ന് വിലയ്ക്കു വാങ്ങിയ മൺകുടം യിരെമ്യാവ് എന്തു ചെയ്തു? ഉത്തരം ഉടച്ചു. 19:1-10. ക്വസ്റ്റ്യൻ: ഹർസീത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം ഓട്ടുനുറുക്ക്. 19:2. ക്വസ്റ്റ്യൻ: അന്യദേവന്മാർക്ക് പാനീയബലി പകർന്ന വീടുകളെല്ലാം എന്തുപോലെയാകും? ഉത്തരം തോഫെത്ത്. യിരെമ്യാവ് 19:13. ക്വസ്റ്റ്യൻ: പശ്ഹൂർ പുരോഹിതൻ്റെ പിതാവ് ആര്? ഉത്തരം ഇമ്മേർ. 20:1. ക്വസ്റ്റ്യൻ: യിരെമ്യാ പ്രവാചകനെ അടിച്ച പുരോഹിതൻ ആര്? ഉത്തരം പശ്ഹൂർ. 20:2. ക്വസ്റ്റ്യൻ: മാഗോർ മിസാബീബ് എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം സർവത്ര ഭീതി. 20:3. ക്വസ്റ്റ്യൻ: പശ്ഹൂരും തൻ്റെ വ്യാജ പ്രവചനം കേട്ട സകല സ്നേഹിതന്മാരും എവിടെ വെച്ച് മരിക്കുകയും അവിടെ അടക്കപ്പെടുകയും ചെയ്യുമെന്നാണ് യിരെമ്യാവ് പറഞ്ഞത്? ഉത്തരം ബാബേൽ. 20:6. ക്വസ്റ്റ്യൻ: ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം യിരെമ്യാവ്. 20:14. ക്വസ്റ്റ്യൻ: ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന പ്രാണൻ ആരുടേത്? ഉത്തരം ദരിദ്രൻ. 20:13. ക്വസ്റ്റ്യൻ: കഷ്ടവും സങ്കടവും അനുഭവിക്കുന്നവൻ ജീവകാലം കഴിച്ചുകൂട്ടുന്നത് എന്തിൽ? ഉത്തരം ലജ്ജയിൽ. 20:18. ക്വസ്റ്റ്യൻ: പശ്ഹൂരിനെയും സെഫന്യാ പുരോഹിതനെയും യിരെമ്യാവിൻ്റെ അടുക്കൽ അയച്ചത് ആര്? ഉത്തരം സിദക്കിയാ രാജാവ്. 21:1. ക്വസ്റ്റ്യൻ: സെഫന്യാ പുരോഹിതൻ്റെ പിതാവ് ആര്? ഉത്തരം മയസേയാവ്. 21:1. ക്വസ്റ്റ്യൻ: ആരുടെ പക്ഷം ചെന്നു ചേരുന്നവനാണ് ജീവനോടെ ഇരിക്കുന്നത്? ഉത്തരം കൽദയർ. 21:9. ക്വസ്റ്റ്യൻ: പ്രവർത്തികളുടെ ദോഷം നിമിത്തം യഹോവയുടെ ക്രോധം തീ പോലെയായി കെടുത്തുകൂടാതവണ്ണം കത്തുന്നത് ആർക്ക് നേരെ? ഉത്തരം യഹൂദ രാജഗൃഹം, ദാവീദ് ഗൃഹം. 21:11-12. ക്വസ്റ്റ്യൻ: കവർച്ചയായി ഭവിച്ചവനെ ആരുടെ കയ്യിൽ നിന്ന് വിടുവിക്കണം? ഉത്തരം പീഡകൻ്റെ കയ്യിൽ നിന്ന്. 21:12. ക്വസ്റ്റ്യൻ: പരദേശിയോടും അനാഥനോടും വിധവയോടും എന്തൊക്കെ ചെയ്യരുത്? ഉത്തരം അന്യായവും ബലാത്കാരവും. 22:3. ക്വസ്റ്റ്യൻ: നീ ഗിലെയാദും ലെബാനോൻ്റെ ശിഖരവും ആകുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്തത് ആരോട്? ഉത്തരം യഹൂദ രാജാവിൻ്റെ അരമനയോട്. 22:6. ക്വസ്റ്റ്യൻ: വിശിഷ്ട ദേവദാരുക്കളെ വെട്ടി തീയിലിടുന്നതാര്? ഉത്തരം സംഹാരകൻ. 22:7. ക്വസ്റ്റ്യൻ: മരിച്ചവനെക്കുറിച്ച് കരയുകയും വിലപിക്കുകയും ചെയ്യാതെ ആരെക്കുറിച്ചാണ് കരയേണ്ടത്?
ഉത്തരം നാട് വിട്ടു പോകേണ്ടി വരുന്നവനെക്കുറിച്ച്. 22-10. ക്വസ്റ്റ്യൻ. യെരുശലേമിൻ്റെ പടിവാതിലുകൾക്ക് പുറത്ത് വലിച്ചെറിഞ്ഞ ഒരു കഴുതയെ കുഴിച്ചിടുന്നത് പോലെ ആരെ കുഴിച്ചിടും? ഉത്തരം യഹൂദ രാജാവായ യഹോയാക്കീമിനെ. 22-19. ക്വസ്റ്റ്യൻ. എന്ത് നിമിത്തം ദേശം ദുഃഖിക്കുന്നു? ഉത്തരം ശാപം നിമിത്തം. 23-10. ക്വസ്റ്റ്യൻ. ആരെല്ലാമാണ് ഒരുപോലെ വഷളന്മാരായിരിക്കുന്നത്? ഉത്തരം പ്രവാചകനും പുരോഹിതനും. 23-11. ക്വസ്റ്റ്യൻ. എവിടുത്തെ പ്രവാചകന്മാരിൽ ഭോഷത്വം കണ്ടിരിക്കുന്നു? ഉത്തരം ശമര്യയിലെ. 23-13. ക്വസ്റ്റ്യൻ. ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ച് ഇസ്രായേലിനെ തെറ്റിച്ചു കളഞ്ഞത് ആര്? ഉത്തരം ശമര്യയിലെ പ്രവാചകന്മാർ. 23-13. ക്വസ്റ്റ്യൻ. എവിടെയുള്ള പ്രവാചകന്മാരിൽ നിന്നാണ് വഷളത്വം ദേശത്തെല്ലായിടവും പരന്നിരിക്കുന്നത്? ഉത്തരം യെരുശലേമിലെ. 23-15. ക്വസ്റ്റ്യൻ. യഹോവ കാഞ്ഞിരം തീറ്റിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കുന്നതാരെ? ഉത്തരം പ്രവാചകന്മാരെ. 23-15. ക്വസ്റ്റ്യൻ. യഹോവയുടെ ക്രോധമെന്ന കൊടുങ്കാറ്റ് ആരുടെ തലമേൽ ചുറ്റിയടിക്കും? ഉത്തരം ദുഷ്ടന്മാരുടെ. 23-19. ക്വസ്റ്റ്യൻ. യഹോവ യിരെമ്യാവിനെ 2 കുട്ട അത്തിപ്പഴം എവിടെ വെച്ചിരിക്കുന്നത് കാണിച്ചു? ഉത്തരം യഹോവയുടെ മന്ദിരത്തിന് മുമ്പിൽ. 24-1. ക്വസ്റ്റ്യൻ. നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്ന് രാജാവിനെയും ജനത്തെയും കൊണ്ടുപോയ ശേഷം യഹോവ യിരെമ്യാവിന് കാണിച്ച ദർശനം? ഉത്തരം 2 കുട്ട അത്തിപ്പഴം. 24-1. ക്വസ്റ്റ്യൻ. യഹോവ കൽദയരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദ ബദ്ധന്മാരെ എന്തുപോലെ വിചാരിക്കും? ഉത്തരം നല്ല അത്തിപ്പഴം പോലെ. 24-5. ക്വസ്റ്റ്യൻ. യഹൂദ രാജാവായ യോശിയാവിൻ്റെ പിതാവ് ആര്? ഉത്തരം ആമോൻ. 25-3. ക്വസ്റ്റ്യൻ. ആരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരരുത്? ഉത്തരം അന്യദേവന്മാരെ. 25-6. ക്വസ്റ്റ്യൻ. യഹോവ ഉയരത്തിൽ നിന്ന് ഗർജിച്ച് എവിടെ നിന്ന് നാദം പുറപ്പെടുവിക്കുന്നു? ഉത്തരം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന്. 25-30. ക്വസ്റ്റ്യൻ. യഹോവ സകല ജഡത്തോടും വ്യവഹരിച്ച് ആരെ വാളിന് ഏൽപ്പിക്കും? ഉത്തരം ദുഷ്ടന്മാരെ. 25-31. ക്വസ്റ്റ്യൻ. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എന്തിളകി വരും? ഉത്തരം വലിയ കൊടുങ്കാറ്റ്. 25-32. ക്വസ്റ്റ്യൻ. ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർ എന്തിൽ കിടന്നുരുളണം? ഉത്തരം വെണ്ണീരിൽ. 25-34. ക്വസ്റ്റ്യൻ. ആർക്ക് ശരണം ഇല്ലാതെയാകും? ഉത്തരം ഇടയന്മാർക്ക്. 25-35. ക്വസ്റ്റ്യൻ. ഞാനോ ഇതാ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടവും ന്യായവും ആയി തോന്നുന്നത് പോലെ എന്നോട് ചെയ്തുകൊള്ളുവിൻ. ആരുടെ വാക്കുകൾ? ഉത്തരം യിരെമ്യാവിൻ്റെ. 26-14. ക്വസ്റ്റ്യൻ. നഗരത്തിന് വിരോധമായി പ്രവചിച്ച ഈ മനുഷ്യൻ മരണയോഗ്യനെന്ന് യിരെമ്യാവെക്കുറിച്ച് പറഞ്ഞത് ആര്? ഉത്തരം പുരോഹിതന്മാരും പ്രവാചകന്മാരും. 26-10-11. ക്വസ്റ്റ്യൻ. ഊരിയ പ്രവാചകൻ്റെ സ്വദേശം ഏതാണ്? ഉത്തരം കിര്യത്ത് യെയാരീം. 26-20. ക്വസ്റ്റ്യൻ. യഹോയാക്കീം രാജാവിനെ ഭയപ്പെട്ട് ഊരിയ പ്രവാചകൻ ഓടിപ്പോയത് എവിടേക്ക്? ഉത്തരം മിസ്രയീമിലേക്ക്. 26-21. ക്വസ്റ്റ്യൻ. യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചു കൊല ചെയ്യപ്പെട്ട പ്രവാചകൻ? ഉത്തരം ഊരിയാവ്. 26-23. ക്വസ്റ്റ്യൻ. യിരെമ്യാവെ ജനത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊല്ലാതിരിക്കേണ്ടതിന് അവന് പിന്തുണയായിരുന്നത് ആര്?
ഉത്തരം ഷാഫാൻ്റെ മകനായ അഹീക്കാം 26-24. ക്വസ്റ്റ്യൻ, നീ കയറും നുകവും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക, ആര് ആരോട് പറഞ്ഞു? ഉത്തരം യഹോവ യിരെമ്യാവിനോട് 27-2. ക്വസ്റ്റ്യൻ, ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ഡാഷ് ഞാൻ അത് കൊടുക്കും. ഉത്തരം ബോധിച്ചവന് 27-5. ക്വസ്റ്റ്യൻ, അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. ആർക്ക്? ഉത്തരം ബാബേൽ രാജാവായ നെബൂഖദ്നേസർ 27-6. ക്വസ്റ്റ്യൻ, നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന പ്രവാചകന്മാർ നിങ്ങളോട് പ്രവചിക്കുന്നത് എന്താണ് എന്നാണ് യഹോവ പറഞ്ഞത്? ഉത്തരം ബോഷ്കത്രേ 27-14. ക്വസ്റ്റ്യൻ, നെബൂഖദ്നേസറിൻ്റെ നുകം യഹോവ ഒടിച്ചു കളയുമെന്ന് പ്രവചിച്ചത്? ഉത്തരം ഹനന്യാവ് 28-2. ക്വസ്റ്റ്യൻ, ആമേൻ, യഹോവ അങ്ങനെ ചെയ്യുമാറാകട്ടെ, ആര് ആരോട് പറഞ്ഞു? ഉത്തരം യിരെമ്യാ പ്രവാചകൻ ഹനന്യാ പ്രവാചകനോട് 28-5. ക്വസ്റ്റ്യൻ, യിരെമ്യാ പ്രവാചകൻ്റെ കഴുത്തിൽ നിന്ന് നുകമെടുത്ത് ഒടിച്ചു കളഞ്ഞ പ്രവാചകൻ ആര്? ഉത്തരം ഹനന്യാ പ്രവാചകൻ. യിരെമ്യാവ് 28-10. ക്വസ്റ്റ്യൻ, മരം കൊണ്ടുള്ള നുകം ഒടിച്ച് ഇരുമ്പ് കൊണ്ടുള്ള നുകം ഉണ്ടാക്കിയത് ആര്? ഉത്തരം ഹനന്യാ പ്രവാചകൻ 28-13. ക്വസ്റ്റ്യൻ, ഹനന്യാ പ്രവാചകൻ മരിച്ച മാസം ഏത്? ഉത്തരം 7-ാം മാസം 28-17. ക്വസ്റ്റ്യൻ, എന്ത് പ്രവചിക്കുന്ന പ്രവാചകൻ അവൻ്റെ വചനം നിവൃത്തിയാകുമ്പോൾ അവൻ സത്യമായിട്ട് യഹോവ അയച്ച പ്രവാചകൻ എന്ന് തെളിയും എന്ന് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു? ഉത്തരം സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ 28-9. ക്വസ്റ്റ്യൻ, യിരെമ്യാവ് എലാസയുടെയും ഗമര്യാവിൻ്റെയും കൈവശം ലേഖനം കൊടുത്തയച്ചത് എവിടെ നിന്ന്? ഉത്തരം യെരുശലേമിൽ നിന്ന് 29-3. ക്വസ്റ്റ്യൻ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. വാക്യം ഏത്? ഉത്തരം യിരെമ്യാവ് 29-11. ക്വസ്റ്റ്യൻ, എങ്ങനെ അന്വേഷിക്കുമ്പോൾ ആണ് നിങ്ങൾ യഹോവയെ കണ്ടെത്തുന്നത്? ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ 29-13. ക്വസ്റ്റ്യൻ, ഞാൻ നിന്നോട് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക, ആരുടെ വാക്കുകൾ? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ 30-2. ക്വസ്റ്റ്യൻ, തൻ്റെ ജനത്തെ യഹോവ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ ഇരിക്കില്ല, പക്ഷേ അവരെ എന്തു ചെയ്യില്ല? ഉത്തരം മുടിച്ചു കളയില്ല 30-11. ക്വസ്റ്റ്യൻ, യഹോവയുടെ മനസ്സിലെ നിർണയങ്ങളെ നടത്തി അത് നിവർത്തിക്കുന്നതുവരെ മടങ്ങി വരില്ല, എന്ത്? ഉത്തരം ഉഗ്രകോപം 30-24. ക്വസ്റ്റ്യൻ, ആര് ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും? ഉത്തരം ഇസ്രായേൽ കന്യക 31-4. ക്വസ്റ്റ്യൻ, യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് ആരുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു? ഉത്തരം അവനേക്കാൾ ബലവാനായവൻ്റെ കയ്യിൽ നിന്ന് 31-11. ക്വസ്റ്റ്യൻ, യഹോവ ആരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും? ഉത്തരം പുരോഹിതന്മാരുടെ 31-14. ക്വസ്റ്റ്യൻ, തൻ്റെ മക്കളെക്കുറിച്ച് കരയുന്നത് ആര്? ഉത്തരം റാഹേൽ 31-15. ക്വസ്റ്റ്യൻ, എൻ്റെ യൗവനത്തിലെ നിന്നയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ വിലപിക്കുന്നത് ആര്? ഉത്തരം എഫ്രയീം 31-19. ക്വസ്റ്റ്യൻ, യഹോവയ്ക്ക് ആരോട് സ്ഥായി തോന്നുകയും ഉള്ളം ഉരുകുകയും ചെയ്യുന്നു? ഉത്തരം എഫ്രയീം 31-20. ക്വസ്റ്റ്യൻ,
ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ എന്തിനാണ് നിയമിച്ചിരിക്കുന്നത്? ഉത്തരം രാത്രി വെളിച്ചത്തിന്. 31-35. ക്വസ്റ്റ്യൻ: യഹൂദ രാജാവിൻ്റെ അരമനയുടെ കാവൽപ്പുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നത് ആര്? ഉത്തരം യിരെമ്യാ പ്രവാചകൻ. 32-2. ക്വസ്റ്റ്യൻ: യിരെമ്യാവിനോട് എൻ്റെ നിലം മേടിക്കണമേ, അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ഹനമെയേൽ. 32-8. ക്വസ്റ്റ്യൻ: ന്യായവും പതിവും അനുസരിച്ച് എങ്ങനെയുള്ള ആധാരങ്ങൾ യിരെമ്യാവ് വാങ്ങി? ഉത്തരം മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ. 32-11. ക്വസ്റ്റ്യൻ: ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിച്ച ശേഷം മേടിച്ച നിലമേത്? ഉത്തരം അനാഥോത്തിലെ നിലം. 32-25. ക്വസ്റ്റ്യൻ: എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം യഹോവ യിരെമ്യാവിനോട്. 32-27. ക്വസ്റ്റ്യൻ: ബാലിൻ്റെ പൂജാഗിരികളെ പണിതത് എവിടെ? ഉത്തരം ബെൻഹിന്നോം താഴ്വരയിൽ. 32-35. ക്വസ്റ്റ്യൻ: തൻ്റെ ജനത്തിനും അവരുടെ മക്കൾക്കും ഗുണം വരുവാനും എന്നേക്കും ഭയപ്പെടേണ്ടതിനും അവർക്ക് ഏക മനസ്സും എന്തും കൊടുക്കും? ഉത്തരം ഏകമാർഗവും. 32-39. ക്വസ്റ്റ്യൻ: ജനം ദൈവത്തെ വിട്ടു മാറാതെ ഇരുപ്പാൻ എന്താണ് അവരുടെ ഹൃദയത്തിലാക്കുന്നത്? ഉത്തരം ദൈവത്തിലുള്ള ഭക്തി. 32-40. ക്വസ്റ്റ്യൻ: എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. വാക്യം ഏത്? ഉത്തരം യിരെമ്യാവ് 33-3. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ഗൃഹത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ആർക്ക് ഒരു പുരുഷൻ ഇല്ലാതെ വരികയില്ല എന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം ദാവീദിന്. 33-17. ക്വസ്റ്റ്യൻ: ദാവീദിൻ്റെ സന്തതിയെയും ശുശ്രൂഷകന്മാരായ ലേവ്യരെയും യഹോവ വർദ്ധിപ്പിക്കുന്നത് എന്തിനു തുല്യമാണ്? ഉത്തരം ആകാശത്തിലെ സൈന്യം, കടൽപ്പുറത്തെ മണൽ. 33-22. ക്വസ്റ്റ്യൻ: നീ സമാധാനത്തോടെ മരിക്കും എന്ന് യഹോവ അരുളി ചെയ്തത് ആരോട്? ഉത്തരം യഹൂദ രാജാവായ സിദക്കിയാവിനോട്. 34-4-5. ക്വസ്റ്റ്യൻ: യഹൂദ പട്ടണങ്ങളിൽ വെച്ച് ഉറപ്പുള്ള പട്ടണങ്ങളായി ശേഷിച്ചിരുന്ന 2 പട്ടണങ്ങൾ ഏതൊക്കെ? ഉത്തരം ലാക്കീഷ്, അസേക്ക. 34-7. ക്വസ്റ്റ്യൻ: യെഹോയാക്കീം ഏത് ദേശത്തിലെ രാജാവായിരുന്നു? ഉത്തരം യഹൂദ. 35-1. ക്വസ്റ്റ്യൻ: രേഖാബ്യ ഗൃഹത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടത് എന്താണ്? ഉത്തരം വീഞ്ഞ്. 35-2. ക്വസ്റ്റ്യൻ: വീഞ്ഞ് കുടിക്കാതെ കൂടാരവാസികളായി ജീവിച്ചാൽ ദീർഘായുസ് ഉണ്ടാകുമെന്ന് പറഞ്ഞ പിതാവാര്? ഉത്തരം യോനാദാബ്. 35-6-10. ക്വസ്റ്റ്യൻ: തൻ്റെ പുത്രന്മാരോട് വീഞ്ഞ് കുടിക്കരുതെന്ന് കൽപ്പിച്ച പിതാവ് ആര്? ഉത്തരം യോനാദാബ്. 35-14. ക്വസ്റ്റ്യൻ: യോനാദാബിൻ്റെ പിതാവ് ആര്? ഉത്തരം രേഖാബ്. 35-14. ക്വസ്റ്റ്യൻ: യഹോവ യിരെമ്യാവോട് അരുളി ചെയ്ത സകല വചനങ്ങളെയും ആരാണ് വാമൊഴിപ്രകാരം പുസ്തകച്ചുരുളിൽ എഴുതിയത്? ഉത്തരം ബാരൂക്ക്. 36-4. ക്വസ്റ്റ്യൻ: എന്തുകൊണ്ട് തനിക്ക് യഹോവയുടെ ആലയത്തിൽ പോകുവാൻ കഴിവില്ല എന്ന് യിരെമ്യാവ് ബാരൂക്കിനോട് പറഞ്ഞു? ഉത്തരം അടയ്ക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട്. 36-5. ക്വസ്റ്റ്യൻ: യിരെമ്യാവിൻ്റെ വചനങ്ങളെ സകല ജനത്തെയും വായിച്ചു കേൾപ്പിച്ചത് ആര്? ഉത്തരം ബാരൂക്ക്. 36-10. ക്വസ്റ്റ്യൻ: പുസ്തകച്ചുരുൾ
രാജാവിനെയും സകല പ്രഭുക്കന്മാരെയും വായിച്ചു കേൾപ്പിച്ചത് ആര്? ഉത്തരം യഹൂദി. 36:21. ക്വസ്റ്റ്യൻ: ചുരുൾ ചുട്ടുകളയരുതേ എന്ന് രാജാവിനോട് അപേക്ഷിച്ചത് ആരെല്ലാം? ഉത്തരം എൽനാദാനും ദലായാവും ശമര്യാവും. 36:25. ക്വസ്റ്റ്യൻ: ചുരുൾ തീയിലിട്ട് ചുട്ടുകളഞ്ഞ രാജാവ് ആര്? ഉത്തരം യഹൂദ രാജാവായ യഹോയാക്കീം. 36:32. ക്വസ്റ്റ്യൻ: ഫറവോന്റെ സൈന്യം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു എന്ന വർത്തമാനം യെരുശലേമിനെ നിരോധിച്ചു പാർത്ത ആര് കേട്ടപ്പോൾ അവർ യെരുശലേമിനെ വിട്ടുപോയി? ഉത്തരം കൽദയർ. 37:5. ക്വസ്റ്റ്യൻ: യഹോയാക്കീമിൻ്റെ മകനായ കൊന്യാവിനു പകരം രാജാവായത് ആര്? ഉത്തരം സിദക്കിയാവ്. 37:1. ക്വസ്റ്റ്യൻ: ഇരമ്യാവ് കൽദയരുടെ പക്ഷം ചേരുവാൻ പോകുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം യിരീയാവ്. 37:13. ക്വസ്റ്റ്യൻ: ആരുടെ വീടാണ് കാരാഗൃഹമാക്കിയിരിക്കുന്നത്? ഉത്തരം യോനാദാൻ്റെ. 37:15. ക്വസ്റ്റ്യൻ: ഇരമ്യാവിനെ പിടിച്ച് പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചത് ആരാണ്? ഉത്തരം ശെലെമ്യാവിൻ്റെ മകൻ യിരീയാവ്. 37:13. ക്വസ്റ്റ്യൻ: ഈ മനുഷ്യർ ഇരമ്യാവോട് ചെയ്തത് അന്യായം എന്ന് പറഞ്ഞതാര്? ഉത്തരം ഏബദ് മേലക്. 38:7-9 ക്വസ്റ്റ്യൻ: ഇരമ്യാവ് സർവ്വജനത്തോടും പറഞ്ഞ അരുളപ്പാട് അവരുടെ ധൈര്യം ക്ഷയിപ്പിക്കുന്നുവെന്ന് പറഞ്ഞതാര്? ഉത്തരം പ്രഭുക്കന്മാർ. 38:4. ക്വസ്റ്റ്യൻ: ഇരമ്യാവെ കുഴിയിൽ നിന്ന് രക്ഷിച്ച് കയറ്റിക്കൊണ്ടുവരാൻ എത്ര പേർ പോയി? ഉത്തരം 31 പേർ. 38:10. ക്വസ്റ്റ്യൻ: ആലോചന പറഞ്ഞാൽ കൊല്ലുകയില്ലയോ എന്ന് പറഞ്ഞതിന് സിദക്കിയാവ് എന്ത് ചൊല്ലിയാണ് ഇരമ്യാവിനോട് ആണയിട്ടത്? ഉത്തരം ഈ പ്രാണനെ സൃഷ്ടിച്ചു തന്ന യഹോവയാണ്, ഞാൻ നിന്നെ കൊല്ലുകയില്ല. 38:16. ക്വസ്റ്റ്യൻ: കൽദയർ എന്നെ അവരുടെ പക്ഷം ചേർന്നിരിക്കുന്ന യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ എന്നെ അപമാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ആരോട് പറഞ്ഞു? ഉത്തരം സിദക്കിയ രാജാവ് ഇരമ്യാവിനോട്. 38:19. ക്വസ്റ്റ്യൻ: ബാബേൽ രാജാവ് സിദക്കിയാവിൻ്റെ പുത്രന്മാരെ അവൻ കാൺകെ കൊന്നത് എവിടെ വെച്ച്? ഉത്തരം റിബ്ലയിൽ വെച്ച്. 39:6. ക്വസ്റ്റ്യൻ: കൽദയരുടെ സൈന്യം എവിടെ വെച്ച് സിദക്കിയാവിനെ പിടിച്ചു? ഉത്തരം യെരിഹോ സമഭൂമിയിൽ വെച്ച്. 39:5. ക്വസ്റ്റ്യൻ: യെരുശലേം പിടിച്ചടക്കി നശിപ്പിച്ച ശേഷം ശേഷിച്ചവരിൽ ആരെയാണ് നെബൂസരദാൻ അവിടെ പാർപ്പിച്ചത്? ഉത്തരം എളിയവരെ. 39:10. ക്വസ്റ്റ്യൻ: ഇരമ്യാവെ കാവൽപ്പുരമുറ്റത്ത് നിന്ന് വരുത്തി അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടതിന് ഏൽപ്പിച്ചത് ആരെ? ഉത്തരം ഗദല്യാവെ. 39:14. ക്വസ്റ്റ്യൻ: നീ വാളാൽ വീഴുകയില്ല, നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കുമെന്ന് യഹോവ അരുളി ചെയ്തത് ആരോട്? ഉത്തരം ഏബദ് മേലക്. 39:18. ക്വസ്റ്റ്യൻ: ബാബേൽ രാജാവ് യഹൂദ പട്ടണങ്ങൾക്ക് അധിപതിയാക്കിയത് ആരെയാണ്? ഉത്തരം ഗദല്യാവ്. 40:5. ക്വസ്റ്റ്യൻ: ഞാൻ ചെന്ന് ആരും അറിയാതെ നെഥന്യാവിൻ്റെ മകനായ ഇശ്മായേലിനെ കൊന്നുകളയട്ടെ, ആരോട് പറഞ്ഞു? ഉത്തരം യോഹാനാൻ ഗദല്യാവോട്. 40:15. ക്വസ്റ്റ്യൻ: ഇതാ നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു എന്ന് ഇരമ്യാവിനോട് പറഞ്ഞത് ആര്? ഉത്തരം അകമ്പടി നായകൻ. 40:4.
ക്വസ്റ്റ്യൻ: അകമ്പടി നായകൻ എന്തൊക്കെ കൊടുത്ത് ഇരമ്യാവിനെ യാത്ര അയച്ചു? ഉത്തരം: വഴിച്ചിലവും സമ്മാനവും. 40-5. ക്വസ്റ്റ്യൻ: ഞാൻ നമ്മുടെ അടുക്കൽ വരുന്ന കൽദയർക്ക് ഉത്തരവാദിയായി മിസ്പായിൽ വസിക്കും എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: ഗെദല്യാവ്. 40-10. ക്വസ്റ്റ്യൻ: അമ്മോന്യരുടെ ഒരു രാജാവാര്? ഉത്തരം: ബാലീസ്. 40-14. ക്വസ്റ്റ്യൻ: ഇസ്മായേലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എത്ര പേർ എഴുന്നേറ്റ് ഗെദല്യാവെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു? ഉത്തരം: 10. 41-2. ക്വസ്റ്റ്യൻ: ഗെദല്യാവ് കൊല്ലപ്പെട്ട വിവരം അറിയാതെ അവിടെ എത്തിയത് എവിടെ നിന്ന് ഉള്ളവർ? ഉത്തരം: ശേഖേം, ശീലോവ്, ശമര്യ. 41-5. ക്വസ്റ്റ്യൻ: എത്ര പുരുഷന്മാർ താടി ചിരച്ചും വസ്ത്രം കീറിയും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചും കൊണ്ട് വഴിപാടും കുന്തുരുക്കവും എടുത്ത് എത്തി? ഉത്തരം: 80 പുരുഷന്മാർ. 41-5. ക്വസ്റ്റ്യൻ: ഗെദല്യാവ് കൊല്ലപ്പെട്ട വിവരം അറിയാതെ അവിടെ എത്തിയവരിൽ എത്ര പേരെയാണ് ഇസ്മായേൽ കൊന്നത്? ഉത്തരം: 70 പേരെ. 41-7-8. ക്വസ്റ്റ്യൻ: പുരുഷന്മാരെ ഇട്ട കുഴി ആസ ആരു നിമിത്തം ഉണ്ടാക്കിയതാണ്? ഉത്തരം: ഇസ്രായേൽ രാജാവായ ബയശാ നിമിത്തം. 41-9. ക്വസ്റ്റ്യൻ: ഇസ്മായേലിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം: നെതന്യാവ്. 41-11. ക്വസ്റ്റ്യൻ: യോഹാനാൻ ഇസ്മായേലിനെ കണ്ടെത്തിയത് എവിടെ വെച്ച്? ഉത്തരം: ഗിബയോനിലെ പെരിങ്കുളങ്ങര. 41-12. ക്വസ്റ്റ്യൻ: എത്ര പേരുമായാണ് ഇസ്മായേൽ രക്ഷപ്പെട്ടത്? ഉത്തരം: 8 പേര്. 41-15. ക്വസ്റ്റ്യൻ: ഇസ്മായേലിൻ്റെ കയ്യിൽ നിന്നും ജനത്തെ വിടുവിച്ചത് ആര്? ഉത്തരം: യോഹാനാൻ. 41-16. ക്വസ്റ്റ്യൻ: ഗെദല്യാവിനെ ദേശാധിപതിയാക്കിയത് ആരാണ്? ഉത്തരം: ബാബേൽ രാജാവ്. 41-18. ക്വസ്റ്റ്യൻ: യെസന്യാവ് ആരുടെ മകനായിരുന്നു? ഉത്തരം: ഹോശയ്യാവിൻ്റെ. 42-1. ക്വസ്റ്റ്യൻ: നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കും. ആരുടെ വാക്കുകൾ? ഉത്തരം: യിരെമ്യാ പ്രവാചകൻ്റെ. 42-4. ക്വസ്റ്റ്യൻ: യോഹാനാൻ്റെയും സകല ജനത്തിൻ്റെയും അപേക്ഷയ്ക്ക് എത്ര ദിവസം കഴിഞ്ഞാണ് യഹോവ മറുപടി നൽകിയത്? ഉത്തരം: 10 ദിവസം. 42-7. ക്വസ്റ്റ്യൻ: യുദ്ധവും കാഹളനാദവും ഇല്ലാത്തതും ആഹാരത്തിന് കുറവില്ലാത്തതുമായ ദേശം? ഉത്തരം: മിസ്രയീം. 42-14. ക്വസ്റ്റ്യൻ: നിങ്ങൾ പേടിക്കുന്ന ഡാഷ് അവിടെ മിസ്രയീം ദേശത്ത് വെച്ച് നിങ്ങളെ പിടിക്കും. എന്ത്? ഉത്തരം: വാൾ. 42-16. ക്വസ്റ്റ്യൻ: ഒരിടയൻ പുതപ്പ് പുതയ്ക്കുന്നത് പോലെ യഹോവ പുതയ്ക്കുന്നത്? ഉത്തരം: മിസ്രയീം ദേശം. 43-12. ക്വസ്റ്റ്യൻ: യഹൂദന്മാർ മിസ്രയീമിൽ വെച്ച് ഏത് രാജ്ഞിക്കാണ് ധൂപം കാട്ടുകയും പാനീയബലി പകരുകയും ചെയ്തത്? ഉത്തരം: ആകാശരാജ്ഞി. 44-17. ക്വസ്റ്റ്യൻ: ബാരൂക്കിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം: നേര്യാവ്. 45-1. ക്വസ്റ്റ്യൻ: ഞാൻ എൻ്റെ ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു, ഒരാശ്വാസവും കാണുന്നില്ല എന്ന് പറഞ്ഞതാരെ? ഉത്തരം: ബാരൂക്ക്. 45-2-3 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: യഹോവ എൻ്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു. ആരുടെ വാക്കുകൾ? ഉത്തരം: ബാരൂക്ക്. 45-3.
ക്വസ്റ്റ്യൻ നീല നദി പോലെ പൊങ്ങുന്നത് ആരാണ്? ഉത്തരം മിസ്രയീം 46-8. ക്വസ്റ്റ്യൻ കാർക്കെമീഷിൽ ഉണ്ടായിരുന്ന മിസ്രയീം രാജാവ് ആരാണ്? ഉത്തരം ഫറവോൻ നെഗോ 46-2. ക്വസ്റ്റ്യൻ വിനാശം എന്ന പേര് ആരുടേതാണ്? ഉത്തരം ഫറവോൻ 46-17. ക്വസ്റ്റ്യൻ നിവാസികളില്ലാതെ ശൂന്യമായി വെന്തു പോകുന്നത് എവിടെ? ഉത്തരം നോഫ് 46-19. ക്വസ്റ്റ്യൻ ഇസ്രായേലിനെ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും യഹോവ എന്തു ചെയ്യും? ഉത്തരം മുടിച്ചു കളയും 46-28. ക്വസ്റ്റ്യൻ നദികളിലെ വെള്ളം പോലെ അലയ്ക്കുന്നത് ആരാണ്? ഉത്തരം മിസ്രയീം 46-78. ക്വസ്റ്റ്യൻ വടക്ക് നിന്ന് വെള്ളം പൊങ്ങി കവിഞ്ഞൊഴുകുന്ന നദിയാകുന്നതാര്? ഉത്തരം ഫെലിസ്ത്യർ 47-1-2. ക്വസ്റ്റ്യൻ എവിടെ ശേഷിപ്പുള്ള ഫെലിസ്ത്യരെയാണ് യഹോവ നശിപ്പിക്കുന്നത്? ഉത്തരം കഫ്തോർ കടൽപ്പുറത്ത് 47-4. ക്വസ്റ്റ്യൻ എന്തിന് കഷണ്ടി വന്നിരിക്കുന്നു? ഉത്തരം ഗസ്സയ്ക്ക് 47-5. ക്വസ്റ്റ്യൻ തൻ്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടും കൂടെ പ്രവാസത്തിലേക്ക് പോകുന്നതാര്? ഉത്തരം കെമോഷ് 48-7. ക്വസ്റ്റ്യൻ ഏതിൻ്റെ കുഞ്ഞുങ്ങൾ നിലവിളി കൂട്ടുന്നു? ഉത്തരം മോവാബ് 48-4. ക്വസ്റ്റ്യൻ യഹോവയുടെ പ്രവൃത്തി എങ്ങനെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ? ഉത്തരം ഉദാസീനതയോടെ 48-10. ക്വസ്റ്റ്യൻ രക്തം ചൊരിയാതെ വാൾ അടക്കി വയ്ക്കുന്നവൻ? ഉത്തരം ശപിക്കപ്പെട്ടവൻ 48-10. ക്വസ്റ്റ്യൻ ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ആശ്രയമായ ഏതിൽ ലജ്ജിച്ചുപോയി? ഉത്തരം ബഥേലിങ്കൽ 48-13. ക്വസ്റ്റ്യൻ ബലമുള്ള വടി ഭംഗിയുള്ള കോൽ ആര്? ഉത്തരം മോവാബ് 48-17. ക്വസ്റ്റ്യൻ മഹാഗർവിയായ ദേശമേത്? ഉത്തരം മോവാബ് 48-29. ക്വസ്റ്റ്യൻ യഹോവ ആരുടെ ആപത്ത് അവൻ്റെ സന്ദർശനകാലത്ത് തന്നെ വരുത്തും? ഉത്തരം ഏശാവ് 49-8. ക്വസ്റ്റ്യൻ സ്തംഭനവും നിന്ദയും ശൂന്യവും ശാപവുമായി ഭവിക്കുന്നത് എന്തിന്? ഉത്തരം ബൊസ്ര 49-13. ക്വസ്റ്റ്യൻ ഭൂമി നടുങ്ങുന്നത് ആരുടെ വീഴ്ചയുടെ നടുക്കത്തിലാണ്? ഉത്തരം ഏദോമിൻ്റെ 49-21. ക്വസ്റ്റ്യൻ ദോഷവർത്തമാനം കേട്ട് ലജ്ജിച്ച് ഉരുകിപ്പോയവർ? ഉത്തരം ഹമാത്ത് അർപ്പാദ് 49-23. ക്വസ്റ്റ്യൻ അതിദൂരത്ത് ചെന്ന് കുഴിയിൽ പാർക്കാൻ പറഞ്ഞതാരോട്? ഉത്തരം ഹാസോർ 49-30. ക്വസ്റ്റ്യൻ കുറുനരികളുടെ പാർപ്പിടവും നിത്യശൂന്യവും ആയിത്തീരുന്നത് എന്ത്? ഉത്തരം ഹാസോർ 49-33. ക്വസ്റ്റ്യൻ ഏലാമിൻ്റെ മുഖ്യബലം? ഉത്തരം വില്ല് 49-35. ക്വസ്റ്റ്യൻ ആകാശത്തിൻ്റെ 4 ദിക്കിൽ നിന്നും കാറ്റ് വരുത്തി ചിഹ്നിച്ചു കളയുന്നത് എന്തിനെ? ഉത്തരം ഏലാം 49-36. ക്വസ്റ്റ്യൻ പെക്കോദ് എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം സന്ദർശനം 50-21. ക്വസ്റ്റ്യൻ ബാബേലിൻ്റെ നേരെ യഹോവ ആരുടെ മനസ്സാണ് ഉണർത്തുന്നത്? ഉത്തരം
സംഹാരകൻ 51:1. ക്വസ്റ്റ്യൻ: ആരുടെ ദേശത്ത് നിഹതന്മാരും അതിൻ്റെ വീഥികളിൽ കുത്തിത്തുളയ്ക്കപ്പെട്ടവരും വീഴും? ഉത്തരം: കൽദയരുടെ 51:4. ക്വസ്റ്റ്യൻ: യഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രമായിരുന്നത് എന്ത്? ഉത്തരം: ബാബേൽ 51:7. ക്വസ്റ്റ്യൻ: വലിയ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നവളായി വലിയ നിക്ഷേപമുള്ളവൾ ആര്? ഉത്തരം: ബാബേൽ 51:13. ക്വസ്റ്റ്യൻ: യഹോവ തൻ്റെ എന്തിനാൽ ഭൂമിയെ സൃഷ്ടിച്ചു? ഉത്തരം: ശക്തിയാൽ 51:15. ക്വസ്റ്റ്യൻ: വിഗ്രഹം നിമിത്തം ലജ്ജിച്ചു പോകുന്നതാര്? ഉത്തരം: തട്ടാന്മാർ 51:17. ക്വസ്റ്റ്യൻ: ഓട്ടാളൻ ആർക്ക് എതിരെ ഓടുന്നു? ഉത്തരം: ഓട്ടാളന് 51:32. ക്വസ്റ്റ്യൻ: മെതികാലത്തെ മെതിക്കളം പോലെ ആയിത്തീരുന്നത് ആര്? ഉത്തരം: ബാബേൽ പുത്രി 51:33. ക്വസ്റ്റ്യൻ: ഞാൻ സഹിച്ച സാഹസവും ദേഹപീഡയും ബാബേലിന്മേൽ വരട്ടെ എന്ന് പറയുന്നതാര്? ഉത്തരം: സിയോൻ നിവാസിനി 51:35. ക്വസ്റ്റ്യൻ: എൻ്റെ രക്തം കൽദയ നിവാസികളുടെ മേൽ വരട്ടെ എന്ന് പറയുന്നത് ആര്? ഉത്തരം: യെരുശലേം 51:35. ക്വസ്റ്റ്യൻ: ബാബേൽ ആകാശത്തോളം കയറിയാലും കോട്ട ഉയർത്തി ഉറപ്പിച്ചാലും യഹോവ അതിന്മേൽ ആരെ അയക്കും? ഉത്തരം: വിനാശകന്മാരെ 51:53. ക്വസ്റ്റ്യൻ: ബാബേലിനെക്കുറിച്ച് യഹോവയുടെ അരുളപ്പാട് എഴുതിയ പുസ്തകം എന്തു ചെയ്തു? ഉത്തരം: കല്ല് കെട്ടി ഫ്രാത്ത് നദിയിൽ എറിഞ്ഞു 51:63. ക്വസ്റ്റ്യൻ: സിദക്കിയാവിൻ്റെ അമ്മയുടെ പേരെന്ത്? ഉത്തരം: ഹമൂതൽ 52:1. ക്വസ്റ്റ്യൻ: ജീവപര്യന്തം ബാബേൽ കാരാഗൃഹത്തിൽ കഴിയേണ്ടി വന്ന യഹൂദ രാജാവ് ആരാണ്? ഉത്തരം: സിദക്കിയാവ് 52:11. ക്വസ്റ്റ്യൻ: യെരുശലേം ദേവാലയവും രാജധാനിയും ചുട്ടതാരാണ്? ഉത്തരം: നെബൂസരദാൻ 52:12-13. ക്വസ്റ്റ്യൻ: നെബൂസരദാൻ ബാബേലിലേക്ക് എത്ര യഹൂദന്മാരെയാണ് കൊണ്ടുപോയത്? ഉത്തരം: 745 52:30. ക്വസ്റ്റ്യൻ: യഹോയാക്കീനെ കടാക്ഷിച്ച് കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ചത് ആര്? ഉത്തരം: എവീൽ മെരോദക് 52:31. ക്വസ്റ്റ്യൻ: യിരെമ്യാ പ്രവചനം ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 24-ാമത്തെ പുസ്തകം 52 അധ്യായങ്ങൾ 1364 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.